ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പലരും ബി പിക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ ബി പി പൊതുവെ നോക്കുമ്പോൾ നോർമൽ ആണെങ്കിലും ഡോക്ടർമാരെ പോയി കണ്ട് ഡോക്ടർമാർ ബി പി നോക്കുമ്പോൾ മാത്രം ഹൈ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ബി പി ആണോ, ഇതിന് മരുന്ന് കഴിക്കേണ്ടതുണ്ടോ, പലർക്കുമുള്ള സംശയമാണ്. നോർമലി വീട്ടിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. എന്നാൽ ആശുപത്രിയിൽ തന്നെ നഴ്സുമാരോ ഡോക്ടർമാരോ നോക്കുന്ന സമയത്ത് ബി പി കൂടാൻ തുടങ്ങും. പലപ്പോഴും ഡോക്ടർമാരെ ഫ്രണ്ടിൽ ചെല്ലുന്ന സമയത്ത് ബി പി മെഷീൻ കാണുമ്പോൾ തന്നെ ഒരു വെപ്രാളം വരികയും നെഞ്ചെടുപ്പ് വരികയും ചെയ്യും. ഇവർക്ക് ബി പി ഹൈ ആയിരിക്കുകയും ചെയ്യും. ഉയർന്ന ബി പി കാണുമ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യും? മരുന്ന് എഴുതുകയും മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. അതായത് ഡോക്ടർമാരെയോ ആരോഗ്യ പ്രവർത്തകരെയോ കാണുന്ന സമയത്ത് ടെൻഷൻ കാരണം ബി പി വല്ലാണ്ട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലാത്ത സമയത്ത് വളരെ നോർമൽ ആയിരിക്കുകയും ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം വരും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത്തരത്തിൽ ബി പി മെഷീൻ കണ്ടാലോ ഡോക്ടറെ കണ്ടാലോ ബി പി കൂടുന്ന സ്വഭാവക്കാരാണെന്നുള്ളത് ഡോക്ടർമാരടുത്ത് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെൻഷന്റെ കാര്യങ്ങൾ ഒന്ന് മാറ്റി വെച്ചിട്ട്, അതായത് ടെൻഷന്റെ പ്രോബ്ലംസ് മാനേജ് ചെയ്തിട്ട് വേണം ഡോക്ടർമാരെ പോയി കണ്ട് ബി പി നോക്കാനായിട്ട്. ബി പി നോക്കാൻ ചെല്ലുന്ന സമയത്ത് ബി പി നോക്കുന്നതിന് മുമ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ നോക്കുക. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിവർന്നിരുന്നതിന് ശേഷം 3 സെക്കൻഡ് കൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞ് ഒരു 6 സെക്കൻഡ് മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കുക. അകത്തേക്ക് എടുക്കരുത്, പുറത്തേക്കും വിടരുത്. എന്നിട്ട് അടുത്ത 6 സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ ശ്വാസം പതിയെ പുറത്തേക്ക് വിടാനായിട്ട് നോക്കുക. ഇത് 2-3 തവണ ഇതൊന്ന് ആവർത്തിച്ചിട്ട് നിങ്ങൾ ബി പി നോക്കുക. നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ബി പി ആണെങ്കിൽ ശരീരം മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും നിങ്ങളുടെ ബി പി കുറയുകയും ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബി പി പെട്ടെന്ന് കൂടുന്ന ആൾക്കാർ ഡോക്ടർമാരെ കണ്ട ഉടൻ തന്നെ ബി പി നോക്കരുത്. ഡോക്ടർമാരുമായി ചില കുശല പ്രവർത്തനങ്ങൾ സംസാരിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കൂളായി ഹാപ്പി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ബി പി നോക്കാനായിട്ട് പാടുള്ളൂ. എപ്പോഴും ആശുപത്രിയുടെ അല്ലെങ്കിൽ ഡോക്ടറുടെ അന്തരീക്ഷം വളരെ കാമായിരിക്കാൻ ശ്രദ്ധിക്കണം. ഓടിച്ചാടി വെപ്രാളത്തിൽ പോയി ബി പി നോക്കാതിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ പാർട്ണർ ആയിക്കോട്ടെ, അവരെയും കൊണ്ട് പോവുക. നിങ്ങൾ ബി പി നോക്കുന്നതിന് മുമ്പ് അവരുടെ ഒരു കംഫർട്ടബിൾ സോണിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബി പി കൂടാനുള്ള സാധ്യത കുറവാണ്. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തോളൂ.